അതെ ബേറർ ഇവിടെ. ജഗദീപ് സാറിന്റെ ഓർഡർ ഒന്ന് കൊടുത്തോട്ടാ മാഡം, അത് കഴിഞ്ഞിട്ട് വരാം. സാർ ആ കുട്ടി എന്താ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ കൊടുത്തേക്ക്. ശരി. മാഡം എന്താണ് പറഞ്ഞത്? ബുൾഷിറ്റ്. ലെമൺ ജ്യൂസ്. എന്താടി ലെമൺ? തടി കൂടുന്നടി, ഷുഗർ കണ്ടന്റ് കുറയ്ക്കാനാ. എന്നാ ഞങ്ങൾക്ക് ലെമൺ തന്നെ മതി. 3 ലെമൺ. ശരി. ക്ലൈൻസ് ഒക്കെ റെഡിയില്ലേ? ആ അതെ സാർ. വിളിച്ചോളൂ. ആ വരൂ. ഇരിക്കണം. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഓക്കെ, യുവർ ചോയ്സ്. സാർ ഇതാരായിരുന്നു? നമ്മുടെ ജ്വല്ലറി നെറ്റ്വർക്കിന്റെ പാർട്ണറാണ് സാർ. ഓ, പുതിയ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മളൊരു 50 കോടി കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്രൂവ്ഡ്. താങ്ക് യു സാർ. അടുത്ത ആൾ വിളിച്ചോളൂ. ലാപ്പിനകത്തെല്ലാം നോട്ട് ചെയ്യുന്നില്ലേ? ഉണ്ട് സാർ. ഓ, ഓക്കെ. അടുത്ത ആൾ വിളിക്കാം. നെക്സ്റ്റ്. ഇത് ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് സാർ. 10 crores. അപ്രൂവ്ഡ്. താങ്ക് യു സാർ. താങ്ക് യു. നെക്സ്റ്റ്. നെക്സ്റ്റ്. സാർ 5 crores. താങ്ക് യു സാർ. നെക്സ്റ്റ്. സാർ സാർ ഇത് 30 crores. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. സോ ലിറ്റിൽ. നോക്കി എന്തോ ഇത്ര ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എൻ്റെ അടുത്തേക്ക് വിടണ്ട, മനസ്സിലായില്ലേ? അതൊക്കെ ചന്തു തന്നെ ഹാൻഡിൽ ചെയ്താൽ പോരെ? സോറി സാർ. ഇത് ഫിനിഷ്. ഒരാൾ കൂടി വരാനുണ്ട് സാർ. രാമേന്ദ്ര ബാബു. പേരൊന്നും എനിക്കറിയണ്ട. ഹൗ മച്ച്? 60 CR ഉണ്ട് സാർ. വിട്ടേക്ക്. ഇത് പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അല്ല സാർ, ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. സോ വാട്ട്? എനിക്കത് നിസാരമാണ്. ലുക്ക്, ടൈം ഈസ് മണി. എൻ്റെ ഒരു മിനിറ്റിന്റെ വില 2 കോടിയാണ് സാർ. കം. എന്താടി ആ ജാടക്കാരനെ കണ്ട് നീ അങ്ങ് വീണുപോയോ? തരക്കേടില്ല, ആള് കൊള്ളാം. ജഗദീപേ, അങ്ങനെ അങ്ങ് പോയാലോ? കാശ് എന്നിട്ട് പോടാ. ബിജു, ഞാൻ 500 4 താള് തന്നില്ലേ ബിജു? 4 താള് കൊണ്ടൊന്നും ആവുകയില്ല. ഇവിടെ 8 സ്റ്റാഫുണ്ട്, ഓരോരുത്തർക്കും കൊടുക്കണം കാശ്. പിന്നെ നിന്റെ അടുത്ത് പണം കടം വാങ്ങാൻ അല്ലല്ല, ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ വേഷം കെട്ടിയവന്മാര് അവന്മാർക്കും കൊടുക്കണം. 500 വെച്ചെങ്കിലും. ആ കാശെട്. ബിജു, അത് ഞാൻ പിന്നെ തരാം ബിജു. നിന്നെ എനിക്ക് അറിയത്തില്ലേടാ. നീ കാശ് തന്നിട്ട് പോയാ മതി. കാശ് എടുക്കടാ. കോട്ട പിടിക്കല്ലേ ബിജു? ചേട്ടാ ബിജു, നാണക്കേടാണ്. ആരെങ്കിലും കാണും. ചന്തു, ഒന്ന് പറടാ. വേണ്ട, കാശിന്റെ കാര്യമല്ലേ? നിലക്ക് ജാമ്യത്തിന് ഞാനില്ല. ഇനി ഇടിയുള്ള എനിക്ക് വയ്യ. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. ബിജു പേഴ്സെടുക്കല്ലേ ബിജു? ബിജു അതിനകത്തൊന്നുമില്ല ബിജു. മുഴുവൻ എടുക്കല്ലടാ ബിജു. അയ്യോ ബിജു, ഇത് തന്നെ കുറവാ. നിന്നെ ഇനി ഈ വഴിക്ക് കാണില്ലെന്ന് എനിക്കറിയാം. കുളത്തി മുങ്ങിയ കായലി പൊങ്ങുന്നവനാ നീ. മണിക്കൂറിനെ 4000 ആണ് ആ കാറിന് വാടക കൊടുക്കുന്നത്. 4? ഇവിടെ കൊണ്ടുവന്നൊന്ന് ഇറക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞോണ്ടാ 1000 രൂപയ്ക്ക് അത് കിട്ടിയത്.
എടാ ജഗദീപേ, ആദ്യമായിട്ടാണല്ലോ നീ ഇത്രയും കാശിറക്കി കളിക്കുന്നത്. ഏത് സ്രാവിനെയാണോ നോട്ടം ഇട്ടിരിക്കുന്നത്? അത് സ്രാവല്ലടാ, നല്ല ഒന്നാം തരം ഒരു തിമിങ്ങലമാണ്, തിമിങ്ങലം. ജഗദീപ് കുമാർ. അവസാനം സുസ്മിതയുടെ സ്റ്റാറ്റസിനൊപ്പം നിൽക്കാവുന്ന ഒരാളെ കിട്ടി. അതെ, ഒരു 10 രൂപ സ്റ്റാച്ചുവിൻ്റെ അവിടെ ആക്കി തരുമോ? ഇല്ല ഇല്ല നടക്കത്തില്ല. അണ്ണാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താക്കുന്ന 20 രൂപയെങ്കിൽ കൊണ്ടുപോവാ. 20 രൂപ? ഓ 20 വാട കയറാ. കയറിക്കോ. ആ വേഷവും ഭാവവും അന്തസ്സും പുരുഷന്മാരായ ഇങ്ങനെ വേണം. അണ്ണാ അണ്ണാ, ഈ 20 എന്നുള്ളതേ ഒരു 15 പിടിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല പറ്റൂലല്ലേ? നീ ഭയങ്കര ആലോചനയിലാണല്ലോ. ഓ മനസ്സിലാവുന്നുണ്ട്. മോളെ, എന്താ അമ്മേ നീ അവിടെ എന്തെടുക്കുക? ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കേ. അയ്യോ ദോശ കല്ലേ കിടക്കുന്ന അമ്മേ, ചുട്ടു തീർത്തിട്ട് ഞാൻ ഇപ്പൊ വരാമേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഒരു നേരം ഒരിടത്തും അടങ്ങിയിരിക്കത്തില്ല. മോളെ ശാരിക, ശാരിക, എന്താ അമ്മ? അയ്യോ നെഞ്ചു വേദനിക്കുന്നേ. അയ്യോ ഞാൻ തടയി തരാം അമ്മ. അയ്യോ നീ ആ വലിപ്പിലുള്ള ഗുളിക ഇങ്ങ് എടുത്തു തന്നാ മതി. അയ്യോ വേദന കുറവുണ്ടോ അമ്മ? കുറയുന്നില്ല, കൂടിക്കൂടി വരിക. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആശുപത്രി പോവാമേ. അയ്യോ അമ്മാവൻ പുറത്തു പോയിരിക്കാണല്ലോ. ആ ഗുളികയും കൂടെ എടുത്തോ മോളെ, ഡോക്ടറെ ചോദിച്ചാ കാണിക്കാമല്ലോ. അയ്യോ സാധാരണ നാവിനടിയിൽ വെക്കുമ്പോ വേദന കുറയേണ്ടതാ, ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അമ്മ എഴുന്നേറ്റ് നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് പോവാം. വാ. എത്രയായി? 50. 50. അമ്മാവാ ഒന്ന് പെട്ടെന്ന് വന്നേ. വിജയ് എന്താ എന്താ? അമ്മയ്ക്ക് നെഞ്ചുവേദന. ദേ ആശുപത്രി വരെ ഒന്ന് പോണേ. കേറിക്കോ. വേദന കുറവുണ്ടോ അമ്മ? പതുക്കെ. നീ കേറ്, വണ്ടി എടുത്തോളൂ. ശരി, തീർത്തിട്ട് വിളിക്കണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ളത് അവിടെ എത്തിയിരിക്കും. എന്താ അമ്മ? ചെയ്യാനുള്ള ജോലികൾ വേഗം അങ്ങ് തീർത്തേക്കാന്ന് വെച്ചു. എന്ത്? എടി,
അധിക ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ തീർക്കണം. വളരെ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുന്നവളാ നീ. പക്ഷേ പലതും മണ്ടത്തരമായി മാറും. രോഹിത്തിന്റെയും ശ്യാമയുടെയും കല്യാണം പോലെ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. മനസ്സിൽ തോന്നുന്നത് അപ്പ ചെയ്യും. മുന്നിൽ ആ നിമിഷം തെളിയുന്നതെന്തോ അതാണ് പ്ലാൻ. ഞാൻ പലപ്പോഴും ആലോചിച്ച് ചിരിച്ചു പോയിട്ടുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ ഇത്രയൊക്കെ പ്ലാനിങ് എന്തിനാ നടത്തുന്നതെന്ന്. മൃഗങ്ങൾക്കിടയിൽ അങ്ങനെയല്ല, നേരിട്ടുള്ള ആക്രമണമാണ്. കരുത്തുള്ളവൻ ജയിക്കും. അതാണ് കാട്ടു നിയമം. അമ്മ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? സരള ചെയ്യാൻ പോവുകയല്ല, ചെയ്യുകയുള്ളൂ. ശ്യാമ, അവൾ ഇനി ഭൂമുഖത്ത് വേണ്ട. അമ്മേ, എന്താടി, നിനക്കിപ്പോ അവളോട് പ്രേമമായോ? പ്രേമൊന്നും അല്ലമ്മേ. അവളെ എങ്ങനെ പെട്ടെന്ന് കുറച്ച് അനുഭവിപ്പിച്ച് നരകിപ്പിച്ച് അങ്ങനെയൊക്കെ അല്ലേ അമ്മ അതിന്റെ ഒരു രസം? രസിക്കാൻ സമയമില്ല. എനിക്ക് മുംബൈയിലേക്ക് പോണം, നിനക്ക് ജയിലിലേക്കും. അതിനു മുമ്പേ അവളങ്ങ് പോട്ടെ, നേരെ മേൽപോട്ട്. അതേ, ഒന്ന് മതിയാക്കോ? എന്തൊരു പ്രാർത്ഥന ഇത്! ഭഗവാനോടൊരു ഉത്തരം ചോദിക്കുമായിരുന്നു വിഷ്ണുട്ട. ഞാൻ ഈ അമ്പലത്തിൽ വെച്ചല്ലേ ശ്യാമയുടെ വിവാഹം കഴിഞ്ഞ്. ദീപക്കിന് പകരം രോഹിത്ത് ശ്യാമയുടെ കഴുത്തിൽ താലി കെട്ടി. അപ്പൊ എല്ലാരും പറഞ്ഞു ദൈവഹിതം അങ്ങനെയായിരിക്കുമെന്ന്. ശരി, സമ്മതിച്ചു. ദൈവഹിതം അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഇനി മുന്നോട്ടെന്താ? അതിനുള്ള വഴി കൂടി കാട്ടിത്തരണം ദൈവം. അപ്പോഴല്ലേ ദൈവം ദൈവമാവും. ചില സമയത്ത് നമുക്ക് തോന്നും ദൈവം നമ്മളോട് അനീതി പ്രവർത്തിച്ചു എന്നൊക്കെ. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോഴാവും മനസ്സിലാവുക അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു ജീവിതത്തിലെന്ന്. ഇപ്പതേ നമ്മുടെ കാര്യം തന്നെ നോക്കിയേ. താൻ മനസ്സുണ്ടായിട്ടാ തന്റെ കഴുത്തിൽ കെട്ടാനെന്നും പറഞ്ഞ് താൻ എനിക്ക് നേരെ താലി നീട്ടിയത് ആണോ? അന്ന് തനിക്കതൊരു പ്രതികാരമായിരുന്നു. തന്റെയും തന്റെ കുടുംബത്തിന്റെയും നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സമാവുന്ന എന്നോടുള്ള പ്രതികാരം അല്ലേ? എന്നിട്ട് ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോഴോ രാജീവ് സാർ എന്നെ ശാരിക കല്യാണം കഴിച്ചില്ലേ? തനിക്ക് ബാലേന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ട ഗതികേടും വന്നില്ല. എടോ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ എനിക്ക് തന്നെയും തനിക്ക് എന്നെയും കിട്ടിയത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് വേറെ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുണ്ടോ? പക്ഷെ വിഷ്ണുട്ട, ശ്യാമം അത് നേരെയാവും. അല്പം കാത്തിരിക്കണം. പക്ഷേ ഈ ദൈവം വിചാരിച്ചാലും നേരെയാവാത്തൊരു സംഗതിയുണ്ട്. അത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി നേരെയാക്കണം. എടോ നോക്ക്, വിധി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്.
അതുപോലെ തന്നെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന വിധികളുമുണ്ട്. താനൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ അതായത് ശാരദാമ്മയുടെ കുടുംബത്തിലടക്കം ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാ? സുസ്മിത. ആ, സുസ്മിത. അവള് തന്നെ. അവള് ജയിലിലാവുന്നതോടെ നമുക്ക് സമാധാനം കിട്ടുമെന്ന് കരുതിയതാ. പൈസ ഉണ്ടായിരുന്നുള്ള പ്രതീക്ഷയ്ക്കും. അവളിങ്ങനെ സ്വതന്ത്രമായിട്ട് നടന്ന നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തന്നോണ്ടേയിരിക്കും. ദീപക്കും ശ്യാമിയായിട്ടുള്ള വിവാഹം മുടക്കിയതുപോലെ. പരോളിന്റെ കാലാവധി കഴിയണ്ടേ വിഷ്ണുവേട്ടാ? അതുവരെ നമ്മൾ കാത്തിരുന്ന നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ആടി തിമർക്കും അവള്. ജയിൽവാസത്തിന് 6 വർഷമല്ലേ ആയുസുള്ളൂ. നമ്മളോട് 10 ഇരട്ടി പകയായിട്ടായിരിക്കും അവള് പുറത്തിറങ്ങുന്നുണ്ടാവുക. എടോ, അവള് വീണ്ടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ജീവിതം. എടോ, നമുക്ക് വേറൊരു ജീവിതം ഇല്ലേ? വിഷ്ണുവേട്ടാ, അതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് അവളുടെ പ്രശ്നം. ഇതുവരെ അവളല്ലേ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തന്നേ. ഇനി തിരിച്ച് നമ്മൾ അവൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. ഒരേ ഒരു പ്രശ്നം, ജീവിതാവസാനം വരെ അവൾ തലയെ ചുമക്കേണ്ടി വരും. അത് അഴിക്കും തോറും മുറുകുന്ന ഒരു കുരുക്ക്. വിഷ്ണുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് പറ്റിയ ഒരാളെ തിരഞ്ഞു നടക്കായിരുന്നു ഞാൻ. പറ്റിയ ആളെ തന്നെ ഇപ്പൊ കൈ കെട്ടിയിട്ടുമുണ്ട്. ആര്? ഇവിടെ ഒന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയില്ലേ, അവിടെ വെച്ച് ഇയാളും കക്ഷി കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടോ? എപ്പോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആരാന്നും കാര്യം എന്താന്നും വിശദമായിട്ട് പറയൂ വിഷ്ണുവേട്ടാ. ഞാനാ? നിന്നെ കൊണ്ട് എപ്പോ അത് പറ്റുള്ളൂ. ഒരു ഫ്രോഡിനെ ഒതുക്കാൻ മറ്റൊരു ഗജ ഫ്രോഡ് തന്നെ വേണം. അല്ല, ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു വരുന്നത്? അവളെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനാ? ഞാനാ? ആശാൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോഴത്തേ എന്റെ ജീവിതം കട്ടപ്പുകയായി പോകില്ലേ? എടാ, ഒരിക്കലും ഇല്ല. നിന്നെ പോലെ ഒരാളുടെ താലി കഴുത്തി വീണാലേ അവള് ശരിയാവുള്ളൂ. ഇനിയിപ്പോ നീ അല്ലാതെ മറ്റൊരു ചെറുപ്പക്കാരനാണ് അവളുടെ കയ്യിൽ ചെന്ന് പെടുന്നെങ്കിലേ പിന്നെ രോഹിത്തിന്റെ അവസ്ഥയാവും. പിഴിഞ്ഞൂറ്റിട്ട് അവള് ചാറെടുക്കും. അറിയോ? എടാ, നീ ചെയ്യുന്നതൊരു ലോക നന്മയായിട്ട് കരുതിയാ മതി. മനസ്സിലായ? കൊണ്ട് എന്താണ് നിന്റെ തീരുമാനം? ഈ നന്മ ചെയ്യാനൊക്കെ എനിക്ക് താല്പര്യം കുറവാണെന്ന്. കാരണം ഈ നന്മ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കുറച്ച് പേയ്മെന്റ്. പണമല്ലേ നിന്റെ പ്രശ്നം? എടാ, ഇട്ട് മൂടാനുള്ള പണം അവളുടെ അച്ഛൻ UK സമ്പാദിച്ചതും പിന്നെ അവളുടെ അമ്മ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എങ്കിൽ പിന്നെ നന്മ ചെയ്യാൻ ഞാൻ റെഡിയാ. അല്ല, അവക്ക് എന്നെ കൂടെ ഇഷ്ടമാവണ്ടേ? ചുമ്മാ അറിയാം കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെടാനൊരു വഴിയുണ്ട്. നിന്റെ കയ്യില് പൂത്ത പണം ഉണ്ടെന്ന് അവൾക്ക് തോന്നണം. അതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ കള്ളനോട്ടടി തുടങ്ങണം. അതും കൂടെ ഉള്ളൂ ഞാൻ പയറ്റാതായിട്ടെ. ഇടാ, അവൾക്ക് നിന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് തോന്നണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇടാ, നിന്റെ കയ്യിൽ പണം വേണമെന്ന് ഞാൻ പറഞ്ഞ ഇവൻ ഒരുമാതിരി. അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവണ ഭാഷ പറഞ്ഞാ. എടാ, ഇത് തോന്നിപ്പിക്കുന്നതിന്റെ ഒരു കലയാ. മനസ്സിലായ? നീ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചാൽ മാത്രം മതി കേട്ടാ. പിന്നെ തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം വിഷ്ണുവിന്റെ വക. മനസ്സിലായ? പിന്നെ സഹനടന്മാരും നടിമാരും സെറ്റും ഒക്കെ കിട്ടുവരും. എപ്പടി? ആ പെങ്കുച്ചിന്റെ ഫോട്ടോ അല്ലേ ഉണ്ട് കയ്യിൽ? അല്ല, ഒന്ന് കാണാലോ. ഇതാണ് ആള്, സുസ്മിത. ഞാൻ റെഡി അച്ഛനെ. അപ്പൊ ഇനി ഓപ്പറേഷൻ സുസ്മിത. എനിക്കിനി ഒരുപാട് തട്ടിപ്പുകളൊന്നുമില്ല. ഒരേ ഒരു ഓപ്പറേഷൻ മാത്രം. അതോടെ ഈ ജഗദീപ് കുമാറിന്റെ ലൈഫ് മൊത്തം സെറ്റിൽഡ് ആവും. അച്ഛനെ ആ ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചു തരുമോ? അല്ല, ചുമ്മാ കാണാലോ. സുസ്മിത കൊള്ളാം. ഇത് ഞാൻ ഏറ്റ്.
സുന്ദരിയാണ് കാണാൻ. എന്താണ് നിന്റെ തീരുമാനം? കൊടാശന കൈ. സുസ്മിത. സുസ്മിത. ജഗദീപ് ആ ദൗത്യം ഏറ്റെടുത്തുന്നോ? ഏറ്റെടുത്തെന്ന് മാത്രമല്ല, അവൻ പണി തുടങ്ങുകയും ചെയ്തു. ജഗദീപ് സാർ വരുന്നുണ്ടല്ലോ.